നമസ്കാരം. കഥാസാഗരത്തിൻ്റെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂക്കള മത്സരം എന്ന കഥയുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നൊരു കഥയാണ് ഇന്നും പറയാൻ പോകുന്നത്. ഇന്നത്തെ കഥ ഒരു വടംവലിയെക്കുറിച്ചാണ്. കഴിഞ്ഞ കഥയിൽ ഞാൻ ഓഫീസിൽ നടക്കുന്ന ഓണപരിപാടികളെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിരുന്നു. 4ഓ 5ഓ ടീമുകളായിട്ടൊക്കെ തിരിഞ്ഞ് വിവിധങ്ങളായ മത്സരങ്ങളും കലാപ്രകടനങ്ങളുമൊക്കെ നടത്തി ഓണാഘോഷം ഗംഭീരമാക്കുകയാണ് അവിടെ പതിവ്. അതിൽ ഈ പൂക്കള മത്സരം, വടംവലി, ഓണപ്പാട്ട്, കലമടി, കസേരകളി എന്ന് വേണ്ട മത്സരങ്ങളൊക്കെയാണ് നടക്കാറുള്ളത്. അതിൽ പ്രധാനമായും എല്ലാവരും നോക്കുന്ന ഒന്നാണ് ഈ വടംവലി എന്ന് പറയുന്നത്. ഈ പരിപാടികളുടെയൊക്കെ അവസാനമായിട്ട് ഈ വാശിയേറിയ വടംവലി മത്സരത്തോടെയാണ് ആ വർഷത്തെ ഈ ഓണാഘോഷങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും വടംവലിയിൽ വിജയിക്കുന്നവർക്ക് ഒരു പ്രത്യേക വില തന്നെയുണ്ട് പരിപാടി കഴിയുമ്പോൾ. കഴിഞ്ഞ തുടർച്ചയായ 4 വർഷങ്ങളിലും ഓണപ്പരിപാടി കഠിനംകുളത്തെ ലേക്ക് പാലസ് റിസോർട്ടിലാണ് നടക്കുന്നത്. അതായത് ഏതാണ്ട് ഈ സുന്ദർദാസ് സംവിധാനം ചെയ്ത കുബേരൻ എന്ന ദിലീപ് ചിത്രത്തിലെ ദിലീപും പിള്ളേരും കൂടെ എല്ലാ മാസവും 1-ാം തീയതി അവരുടെ വീടിന് മുന്നിലെ കൊട്ടാരത്തിൽ താമസിക്കാൻ പോകും പോലെയാണ് ഓണമാകുമ്പോഴേക്കും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൂടെ കൂടി ലേക്ക് പാലസിലേക്ക് ഓണാഘോഷിക്കാൻ ചെല്ലുന്നത്. അവിടുത്തെ പുൽമൈതാനത്താണ് ഈ വടംവലി മത്സരം നടത്തുന്നത്. ടീം തിരിക്കുന്ന അന്ന് മുതൽ, അതായത് ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്ന അന്ന് മുതൽ ഓരോ ടീമും അവരുടെ വടംവലി ടീമിനെയൊക്കെ സെറ്റാക്കും. ഈ കഥ നടക്കുന്ന വർഷം ഞാൻ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ്. ഓരോരുത്തരുടെയും വെയിറ്റും പവറും ഒക്കെ അനുസരിച്ച് ഏകദേശം ഒരു ടീമിനെ ഞങ്ങളുടെ ടീമും സെറ്റ് ചെയ്തു. അതിനിടയിൽ അവിചാരിതമായി ഞങ്ങളുടെ ടീമിലേക്ക് ഒരു പുതിയ മെമ്പർ കടന്നു വന്നു. ഓഫീസിൽ പുതുതായി വന്ന ഒരുത്തൻ. കണ്ടാൽ തന്നെ ഒരു ജിമ്മനാണ്. അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിലൊക്കെ വടംവലിക്ക് പോകുന്നവനാണെന്നും അവൻ്റെ കയ്യിൽ കുറെ ട്രിക്സ് ഒക്കെ ഉണ്ടെന്നും ഞങ്ങളോട് പറഞ്ഞു. ഇനി ഒന്നും നോക്കാനില്ല, തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വടമൊപ്പിച്ച് റിഹേഴ്സൽ നടത്തുക തന്നെ വേണം. മറ്റു ടീമുകളൊന്നും അറിയാതെ 1 മണിക്കൂറിന് 500 രൂപ കൊടുത്ത് ടെക്നോ പാർക്കിലെ ക്ലബ് ഹൗസിൽ നിന്നും വടവും ഗ്രൗണ്ടും വാടകയ്ക്കെടുത്ത് ഒരു വൈകുന്നേരം ഞങ്ങളുടെ വടംവലി റിഹേഴ്സലിന് പോയി. ഗ്രൗണ്ടിന് പുറത്തുള്ളൊരു മാവിൽ ഞങ്ങൾ വടം കെട്ടി വലിച്ച് പരിശീലനം ആരംഭിച്ചു. അവൻ, ഞങ്ങളുടെ പ്രൊഫഷണൽ പ്ലെയർ, ഞങ്ങളുടെ പൊസിഷൻ പറഞ്ഞു തന്നു. വലിക്കേണ്ട സ്റ്റൈല്, വടം പിടിക്കേണ്ട സ്റ്റൈല് ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. ഫസ്റ്റ് വിസിൽ ടേക്ക് ദ റോപ്പ്, സെക്കൻഡ് വിസിൽ ടൈറ്റ് ദ റോപ്പ്, തേർഡ് വിസിൽ വലി. ഫസ്റ്റ് വിസിലിൽ ടേക്ക് ദ റോപ്പ് പറയുമ്പോൾ വടമെടുത്ത് ഞങ്ങൾ നിലത്തേക്കിരിക്കും. ടൈറ്റ് ദ റോപ്പ് പറയുമ്പോൾ വടം പിരിച്ച് ഞങ്ങൾ ടൈറ്റാക്കും. 3-ാമത്തെ വിസിലിൽ ഞങ്ങൾ കാലിൽ കുത്തി പുറകോട്ട് പൊങ്ങും. എതിരാളികളുടെ കാല് പറിയും. ഈസിയായി ഞങ്ങൾ അവരെ വലിച്ചെടുക്കും. മാവിൻ്റെ കൊമ്പ് വില്ലുപോലെ വളഞ്ഞു. മാവ് ഞങ്ങളോട് തോറ്റു. അങ്ങനെ കാത്തിരുന്ന ദിവസത്തിൻ്റെ വൈകുന്നേരമായി. ഗ്രൗണ്ടിലേക്ക് വടമെത്തി. ആദ്യത്തെ 1-2 വലികൾ ഞങ്ങൾ കണ്ടു നിന്നു. അവരുടെ വലികൾ കണ്ട് ഞങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞു. ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ സ്ലോപ്പുണ്ട്. അവിടെ നിന്ന് വലിക്കുന്ന ടീമിന് അഡ്വാൻറ്റേജുമുണ്ട്. അതുകൊണ്ട് അതുവരെ വലിച്ച ടീമുകളെല്ലാം ആ സൈഡിൽ നിന്ന് വലിച്ചവരാണ് ജയിച്ചതും. ടോസിട്ടാണ് സൈഡ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ടോസ് കിട്ടാനായി പ്രാർത്ഥിച്ചു. അവസാന നിമിഷം ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം കൂടി. അതിനിടയിൽ പ്രൊഫഷണൽ പ്ലെയർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. അവനപ്പോൾ പറഞ്ഞു, നമുക്ക് ആദ്യം എല്ലാവരും തോറ്റ സൈഡ് മതി, ആ സ്ലോപ്പുള്ള സൈഡ് നമുക്ക് സെലക്ട് ചെയ്യണ്ട. ആദ്യം ഞങ്ങളെല്ലാം ഒന്ന് സംശയിച്ചു. പക്ഷേ അവൻ്റെ അതിനുള്ള കാരണം കേട്ടപ്പോൾ ഞങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പോസിറ്റ് ടീമിനെ ഇരുന്നിട്ട് കാല് കുത്തിപ്പൊങ്ങുന്ന ആ തന്ത്രം കൊണ്ട് സ്ലോപ്പില്ലാത്തിടത്ത് നിന്ന് മുകളിലേക്ക് വലിച്ച് തോൽപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്ത റൗണ്ട് സ്ലോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് അവരെ സിമ്പിളായി വലിച്ചിടാനും പറ്റും. അങ്ങനെ ആദ്യ 2 വലിയിൽ തന്നെ ഞങ്ങൾ വിജയം സ്വന്തമാക്കും. ക്യാപ്റ്റനായ ഞാനും വലിക്കാൻ കളത്തിലിറങ്ങുന്നതുകൊണ്ട് ടോസ് ഇടാൻ ഞാൻ മറ്റൊരാളെ പറഞ്ഞു വിട്ടു. ടോസ് ഞങ്ങൾക്ക് കിട്ടി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ തോക്കുന്ന സൈഡ് തിരഞ്ഞെടുത്തു. എടാ, അവന് സൈഡ് തെറ്റിപ്പോയി,
മാറ്റി പറയാൻ പറ എന്നും പറഞ്ഞ് മറ്റ് ടീമിന്റെ ആളുകളും പ്രോഗ്രാം നടത്തിപ്പുകാരുമൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ നമ്പറാണെന്നും പറഞ്ഞ് അവരെയൊക്കെ ഞങ്ങൾ പുച്ഛിച്ചു വിട്ടു. ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ടേക്ക് ദ റോപ്പിന് ഞങ്ങൾ നിലത്തേക്കിരുന്ന് വടമെടുത്തു. ഓപ്പോസിറ്റ് ടീം ഞങ്ങളുടെ ആ അടവിലൊന്ന് ഞെട്ടി. ടൈറ്റ് ദ റോപ്പിൽ ഞങ്ങൾ വടം പിരിച്ച് ടൈറ്റാക്കി. മൂന്നാമത്തെ ഫൈനൽ വിസിൽ മുഴങ്ങി. ഞങ്ങൾ കാലിൽ കുത്തി മുകളിലേക്ക് പൊങ്ങാൻ നോക്കുകയും രാവിലെ എപ്പോഴോ പെയ്ത മഴയിൽ കുതിർന്ന കാൽച്ചുവട്ടിലെ മണ്ണ് പിളർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒറ്റ വലിക്ക് അപ്പുറത്തേക്ക് തോറ്റു. അവൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് അടുത്ത റൗണ്ട് പിടിക്കാം. ഇനി എന്തായാലും സേഫ് സൈഡാണല്ലോ. ഞങ്ങൾ സേഫ് സൈഡിലെത്തി. അവിടെ കാല് കുത്താനുള്ള കുഴികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. കാല് കുത്തി അവിടെ ഇരുന്നു. വീണ്ടും ഫസ്റ്റ് വിസിൽ മുഴങ്ങി. സെക്കൻഡ് വിസിൽ മുഴങ്ങി. തേർഡ് വിസിൽ മുഴങ്ങി. സൈഡ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ നടന്നതുപോലെ തന്നെയായിരുന്നു. മൂന്നാം റൗണ്ട് വേണ്ടി വന്നില്ല. 500 രൂപയും മുടക്കി റിഹേഴ്സൽ എടുത്ത ഒരേയൊരു ടീം തോറ്റു. പക്ഷേ ഓവറോൾ കിരീടത്തിൽ ഞങ്ങൾ റണ്ണേഴ്സ് അപ്പായി. ആശ്വസിക്കാൻ അതൊക്കെ മതിയല്ലോ. പക്ഷേ ഒരു പ്രശ്നം ഓണത്തിൻ്റെ അവധി കഴിഞ്ഞ് വന്നപ്പോഴുണ്ടായി. ഞങ്ങളുടെ പ്രൊഫഷണൽ പ്ലെയർ തോൽവിയുടെ നാണഭാരം കാരണമായിരിക്കണം പിന്നീട് ഓഫീസിലേക്ക് വന്നില്ല. അവൻ്റെ യാതൊരു വിവരവും പിന്നെ കിട്ടിയിട്ടുമില്ല. ഒരു മത്സരമാകുമ്പോൾ തോൽവിയും ജയവും ഒക്കെ സാധാരണമാണ്. പക്ഷേ അന്ന് ജയിച്ച ടീമിന് ഇത്തരത്തിലൊരു കഥ പറയാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓർത്തു വയ്ക്കുവാൻ ഒരു വിജയം മാത്രമേ കാണൂ. നന്ദി.